ഈശോയിലേറ്റ സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 42ാം ദിനം ഓശാന ഞായർ. പ്രിയമുള്ള എല്ലാ സഹോദരങ്ങൾക്കും ഓശാന ഞായറിന്റെ, ഓശാന തിരുനാളിന്റെ എല്ലാ പ്രാർത്ഥനാശംസകളും നേരുകയാണ്. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 32-ാം തിരുവചനം. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈശോയിൽ പ്രിയമുള്ളവരെ, ഓശാന തിരുനാളിന്റെ ഈ ദിനത്തിൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും ആ കർത്താവിന്റെ നാമത്തിൽ ആശ്രയിക്കുവാനും രക്ഷ പ്രാപിക്കാനായിട്ടും വിളിക്കപ്പെട്ടിരിക്കുന്ന ദിനമാണെന്ന് നമുക്കറിയാം. ജെറുസലേമിന്റെ തെരുവീതികളിൽ വിനയാന്വിതനായി കഴുതപ്പുറത്ത് എഴുന്നള്ളി വന്ന ഒരു രാജാവ്, നമ്മുടെ ഈശോനാഥൻ. ആ ഈശോനാഥൻ രക്ഷകനായിരിക്കും എന്നുള്ള ചിന്തയോടുകൂടി തന്നെ, അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം മറികടക്കുവാൻ കഴിയുന്ന രീതിയിൽ ഇസ്രായേൽ സമൂഹത്തെ അവരെ നയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി പുതിയ രാജാവിനെ കാത്തിരുന്ന ജനങ്ങൾ, ശിഷ്യന്മാർ, കുഞ്ഞുമക്കൾ എല്ലാവരും കർത്താവിന് ജയ്വിളികൾ മുഴക്കി അവിടുത്തെ ആ തെരുവീതികളിലൂടെ ആനയിച്ചു. സൈത്തിൻ കൊമ്പുകൾ, ഒലിവിൻ കൊമ്പുകളൊക്കെ ആയിട്ട് അവിടത്തേക്ക് ജയ്വിളികൾ മുഴക്കി വഴികളിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചു. അതിലൂടെ കഴുതപ്പുറത്ത് വിനയാന്വിതനായി നമ്മുടെ കർത്താവ് കടന്നു വന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 38-ാം തിരുവചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: കർത്താവിന്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് അവർ ആർത്തു വിളിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:38 തിരുവചനം അവിടെ അന്വർത്ഥമാവുകയാണ്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത്. ഈ വചനത്തിൽ നമുക്കും ഇന്നു മുതൽ വിശ്വസിക്കാം. ഈ ഓശാന തിരുനാളിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമ്മുടെ രക്ഷകനും രാജാവും നാഥനും ഒക്കെയായി ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, തുടർന്ന് ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ഫരിസേയര് യേശുവിനോട് പറയുകയാണ്, നിന്റെ ശിഷ്യരെ ശാസിക്കുക, അല്ലെങ്കിൽ ഈ ജനത്തെ ശാസിക്കുക എന്ന് പറയുക. അപ്പോൾ യേശു പറയുന്നുണ്ട്, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ സംഭവിക്കുക എന്നത് കർത്താവ് നമ്മുടെ രക്ഷകനാണ്, നാഥനാണ്, നമ്മുടെ സൃഷ്ടാവും പരിപാലകരുമാണ്, നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് ആരെല്ലാം മിണ്ടാതെ ഇരുന്നാലും, ദൈവത്തിനെ സ്തുതികൾ ആലപിക്കാതെ ഇരുന്നാലും, ദൈവത്തെ സ്തുതിക്കാതിരുന്നാലും, കാരണം ആദ്യ ദിനങ്ങളിലൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, സന്ദേശങ്ങളിൽ പറഞ്ഞിരുന്നു, ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക എന്നുള്ളതാണ് ദൈവം ഏറ്റവും പ്രധാനമായിട്ട് ഈ ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചത്. ആ സ്തുതിയുടെ ജീവിതത്തോട് ചേർന്നിരിക്കുന്നതിന് വേണ്ടി ദൈവം ഈ ലോകത്തില് നമുക്ക് വേണ്ടതെല്ലാം നൽകി. നമുക്ക് വേണ്ട ഭവനവും നമ്മുടെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും എല്ലാം നൽകി. പക്ഷേ നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിൽ വീഴ്ച വരുത്തി, അല്ലെങ്കിൽ ദൈവത്തെ മറന്നു പോകുന്ന അവസ്ഥ, ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെ സമീപിക്കുന്ന അവസ്ഥ ഈ ഓശാന തിരുനാളിൽ നാം ഓർക്കണം. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ കർത്താവിനെ സമീപിക്കേണ്ടത്. നിരന്തരം ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടി, അവിടുത്തോട് ചേർന്നിരിക്കുന്നതിന് വേണ്ടി, അവിടുത്തോടൊപ്പം ആയിരിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്ന് ജോയൽ പ്രവാചകൻ പറയുമ്പോൾ, ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 66-24 ഈ ഓശാന തിരുനാളിൽ ഓർക്കുക. വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരം അരുളും, പ്രാർത്ഥിച്ചു തീരും മുൻപേ ഞാനത് കേൾക്കും. കർത്താവിനെ വിളിക്കേണ്ട നമ്മൾ മനസ്സിൽ ഓർത്താലും മതി, അപ്പോൾ തന്നെ കർത്താവ് കേൾക്കുമെന്നാണ് പറയുന്നത്. പക്ഷെ എവിടെയാണ് നമുക്ക് കുറവ് സംഭവിച്ചിരിക്കുന്നത്? എവിടെയാണ് നമ്മൾ വിളിച്ചിട്ട് ഉത്തരം കിട്ടാതെ വരുന്നത്? പ്രിയമുള്ള സഹോദരങ്ങളെ, വിളിച്ചിട്ട് ഉത്തരം കിട്ടാതെ വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടികളൊന്നുമില്ലെങ്കിൽ, ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ സ്തുതിയുടെ ജീവിതം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. എവിടെയാണ് കുറവ് സംഭവിച്ചത്? ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടോ? ദൈവത്തെ സ്തുതിക്കുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് മുന്നോട്ട് പോയത്. പ്രത്യേകിച്ച് ഈ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, കർത്താവിന്റെ പീഡാസഹനങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ, കർത്താവിന്റെ ഗത്സമേൻ പീഡകളെ ഓർക്കുക. അവിടുന്ന് പിതാവിനോട് പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണം, എന്നാൽ എൻ്റെ ഇഷ്ടമല്ല, പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ. നമ്മുടെ ഈ സ്തുതിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ കർത്താവിനെ ആരാധിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഇഷ്ടം തേടി പ്രാർത്ഥിക്കുന്നത് ഇനിയെങ്കിലും ആരംഭിക്കണം. നമ്മുടെ ഇഷ്ടങ്ങൾ പറയുമ്പോഴും ഈശോയോട് പറയണം, പിതാവിനോട് പറയണം, എൻ്റെ ഇഷ്ടം ഇതാണ്, എന്നാലും ഈശോയെ, നിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറണം. ഈ ഓശാന തിരുനാളിൽ നാം ദൈവത്തിന് സ്തുതിഗീതങ്ങൾ പാടുമ്പോൾ
കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ, ഓശാന എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് പറയാ, വിളിക്കും മുൻപേ ഞാൻ ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാൻ നിനക്ക് മറുപടി നൽകും എന്ന് പറഞ്ഞ ദൈവം. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിളികൾ എങ്ങനെയാണ് എന്ന് ഇന്നേ ദിവസം ചിന്തിക്കുക. വിശുദ്ധമായി കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലാണോ നമ്മൾ നമ്മുടെ ദൈവത്തെ, നമ്മുടെ കർത്താവിനെ വിളിക്കുന്നത്, നമ്മുടെ രാജാവിനെ വിളിക്കുന്നത്? ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലായിരുന്നു കൊണ്ട് നമ്മുടെ ഈശോയെ വിളിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോ ഈ വിശുദ്ധവാരത്തില് നമ്മുടെ ജീവിതത്തെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓശാന, കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അത് നിരന്തരം ഏറ്റുപറയുന്നവരായി ജീവിതത്തിന്റെ അന്ത്യനിമിഷം വരെയും ഓശാന പാടിക്കൊണ്ട് ജീവിക്കുന്നവരായി തീരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. നല്ല ഈശോ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.